എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് പൂരം നക്ഷത്രക്കാരുടെ വർഷഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, Queen of Cups, Judgment, Knight of Swords, Six of Swords, and finally 5 of Pentacles energy connections. വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിലാവണം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട. കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ വർഷമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചിട്ട്, അതായത് ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന അതിനനുസരിച്ചിട്ടുള്ള തക്ക ഫലമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് സ്വയം അഭിമാനം ഫീൽ ചെയ്യുന്നു. കാരണം പലപ്പോഴായിട്ട് പലരും നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങൾ, അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ എന്താണ് തോന്നുന്നത് അതിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ആത്മീയമായിട്ടുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ആത്മീയതയാണ് എന്ന് വെച്ചിട്ട് സാമ്പത്തികവും മറ്റു കാര്യങ്ങളും നേട്ടമുണ്ടാവില്ല എന്നുള്ളതല്ല. ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പിരിച്വാലിറ്റിയിലുള്ളൊരു പവർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു മനസ്സമാധാനം, ഒരു തൃപ്തി, മറ്റാളുകൾ എന്ത് ചിന്തിക്കുന്നു പറയുന്നു എന്നതിലേക്ക് നോക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാലിഡേഷൻ ആവശ്യമില്ലാതെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, സത്യത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പൊതുവേ നിങ്ങൾ പുതിയ കാര്യങ്ങളോടൊരു ഭയമായിരിക്കും. ഇനി അത് ശരിയാവോ, അത് വിജയിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം. കാരണം പുതിയ കാര്യങ്ങൾ, പുതിയ ഐഡിയാസൊക്കെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഒന്ന് വളർന്നു വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വിചാരങ്ങളും ചിന്തകളും നോക്കാതെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് വിചാരിച്ചിട്ട് മനസ്സിലാക്കി പല കാര്യങ്ങളും തീരുമാനിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് പ്രണയമാണ്. അപ്പോൾ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ. കാരണം പാരൻസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചെറിയ കൊച്ചു പ്രശ്നങ്ങൾ അത് സബലീകരിച്ചെടുക്കാനുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റ് 2 രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രണയമാവാം, അല്ലെങ്കിൽ 2 ജാതി മതം അങ്ങനെയുള്ള തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു വിജയം എന്ന് പറയാം. വിവാഹ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം പോലുള്ള കാര്യങ്ങൾ, പ്രണയത്തിലല്ലാത്തവർ പ്രണയത്തിലാകാനുള്ള ചാൻസസും ഇവിടെ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയവും വിവാഹവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറയാം. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലോട്ടറി എന്ന് പറയാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. ലോട്ടറി, ഭാഗ്യദേവത കടാക്ഷിച്ചു എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗ്യദേവത കടാക്ഷിച്ചു എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു സാമ്പത്തിക തരമായിട്ടുള്ള നേട്ടമായിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഭാഗ്യദേവത കടാക്ഷിച്ചു എന്ന് പൊതുവെ പറയുന്നത് എന്താണ്, ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലോട്ടറി ആയിരിക്കും. ചില ആളുകൾക്ക് അത് വിവാഹമായിരിക്കും. അതൊരു ലോട്ടറി എന്ന് പറയുന്നത് അതിലൂടെ സാമ്പത്തിക നേട്ടം എന്നുള്ളതല്ല. കാരണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു നല്ല ബന്ധം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാവും. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി, നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്.
കാരണം നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിക്കും, അതിനുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്, നിങ്ങൾക്കത് നേടുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കത് പക്ഷെ തോന്നുന്നതൊരു ലോട്ടറി പോലെയാണ് എന്നുള്ളതാണ്. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ലൊരു സമയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടുന്ന സമയമാണെന്ന് പറയാം. അപ്പോൾ നന്നായിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് സ്കോളർഷിപ്പോ അതുപോലുള്ള കാര്യങ്ങളും മറ്റൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അതേപോലത്തെ ഒരു എനർജി. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, അതേപോലെ വീട്ടമ്മമാർ, ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച്, അതായത് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാതെ കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം ആക്റ്റീവ് ആവാതിരിക്കുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പലതരത്തിലുള്ള അഡ്വൈസസും ലഭിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് മരുന്നുകളില്ലാതെ പോകാമെന്നുള്ളത്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കാതിരിക്കുന്നാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ആരോഗ്യം, പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ഒരു പ്രായമായി അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളുടേതും പുരുഷന്മാരുടേതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിലുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ അത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുകയാണ് എങ്കിൽ ആരോഗ്യപരമായിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു വർഷം പൊതുവേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ആരോ ഒരു വ്യക്തി ഹരാസ് ചെയ്യുന്ന, അതായത് മാനസികമായിട്ട് നിങ്ങളെ തകർക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങളെ അതിൽ എല്ലാത്തിനും നിങ്ങളെ മാറ്റി നിർത്താൻ, അവഗണിക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജോലി സ്ഥാപനത്തിലായിരിക്കും, നിങ്ങളുടെ ചുറ്റും, അതായത് കുടുംബത്തിലോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും റിലേറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും കുടുംബത്തിൽ എല്ലാവരുടെ ഇടയിൽ നിങ്ങളെ നാണം കെടുത്തുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന്, അതേപോലെ അങ്ങനെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില ആളുകൾ പറയും മൗനമായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്, വെറുതെ വഴക്കിടണ്ട എന്നുള്ളത്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഒറ്റ വാക്കിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയുക. സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തി വളരെ ഭീരുവായിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾ തിരിച്ചൊന്നും പറയാത്തത് കൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് വിദേശവാസ യോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ പര്യടനമായിട്ടോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ലൈഫിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്, അത് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ചില പാറ്റേൺസ്, ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു തരത്തിൽ ആണ് ജീവിക്കുന്നത്, ആ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് അതത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത രീതിയല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ജീവിതശൈലിയിൽ പഴയ ഓൾഡ് വേ ഓഫ് ലിവിംഗ് നിന്ന് മാറി ജീവിതശൈലി ഒന്ന് മാറ്റിപ്പിടിക്കുമ്പോൾ പല കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും രീതികളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. ഒന്ന്, ചില ആളുകളെ സംബന്ധിച്ച് ഇത് പോസിറ്റീവ് എനർജി ആയിരിക്കാം, അതായത് ഇപ്പോൾ ജോലിയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ച് 2 റോൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റാരുടെയെങ്കിലും ജോലി കൂടി എടുത്ത് ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെ ഒരു ജോലി, 2 പേരുടെ ജോലി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവർ വർക്കിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും
നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റൊരാളുടെ ജോലിയിൽ നിന്ന് പതുക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ ഒത്തിരി മാനിപ്പുലേറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.